Good afternoon. Hello. Good afternoon, everybody. Yes, my girls and boys are eagerly waiting for me, right? എല്ലാവരും മിസ്സിന് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നോ? മിസ്സിൻ്റെ ക്ലാസ് എന്താ വരാത്ത, മിസ്സിൻ്റെ വീഡിയോ എന്താ വരാത്തതെന്ന് വെയിറ്റിംഗ് ആയിരുന്നോ? കുറച്ച് പേരായിരുന്നു, കുറച്ച് പേരല്ലായിരുന്നു അല്ലേ? ഓക്കെ, പക്ഷെ മിസ്സ് ഈ ടൈമിന് വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ 3rd സ്റ്റാൻഡേർഡുകാരുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. മിസ് ഇതുവരെ നിങ്ങളെ മീറ്റ് ചെയ്തിട്ടില്ല അല്ലേ? മെൻറ്ററിങ് ഗ്രൂപ്പിലുള്ള കുറച്ച് പേരെ മിസ്സ് പേഴ്സണലി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ മിസ്സിന് അറിയത്തില്ല. പേരൊക്കെ കുറച്ച് പേരുടെ അറിയാം, പക്ഷെ ആരെയും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മിസ്സ് ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ദ ഡേ ഹാസ് അറൈവ്ഡ്. ഓക്കെ, ആ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നു. ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് മീറ്റ് യു. അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ? ഹാഡ് യുവർ ലഞ്ച്? മിസ്സും ലഞ്ചൊക്കെ കഴിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്നതാണ്. എൻ്റെ 3rd സ്റ്റാൻഡേർഡിലെ മക്കൾ ആദ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് മിസ്സ് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ് ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു വേ ആണ് നമ്മൾ ഫസ്റ്റത്തെ അല്ലേ? നമ്മളെല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ലേ ചെയ്യുക? ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഓടി വന്ന് പാഠം എടുക്കുന്ന ടീച്ചേഴ്സാണോ? അല്ല. നമ്മളെന്ത് ചെയ്യും? ആദ്യം നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ച് കളിച്ച് ചിരിച്ച്, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇങ്ങനെ തലയിൽ കുറേ പാഠങ്ങളൊക്കെ ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് ഇഷ്ടമല്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരം ടീച്ചറും കുട്ടികളും തമ്മിലൊരു ഇൻ്ററാക്ഷൻ ഉണ്ടാവണം അല്ലേ? അതല്ലേ ഫസ്റ്റ് വേണ്ടത്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം സംസാരിക്കണം. സംസാരിച്ച് നമ്മൾ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, പിന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, അങ്ങനെ വരുമ്പോൾ നമ്മൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു അടുപ്പം ഉണ്ടാവും. ആൻഡ് ഇൻറ്റിമസി, ഒരടുപ്പം ഉണ്ടാവും. അപ്പോൾ ആ അടുപ്പം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം, നിങ്ങൾക്ക് മിസ്സിനോട് ഡൗട്ട് ചോദിക്കാം, ഇനി മിസ്സിന് അറിയാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലേ? ഇപ്പം നമുക്കൊരു 2-way ഇൻട്രാക്ഷൻ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഈ വീഡിയോ ക്ലാസ്സസിൽ പോസിബിൾ അല്ല. പക്ഷെ അതിന് പകരം എന്തുണ്ട്? നമുക്ക് വേറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് അല്ലേ? വാട്സപ്പ് പോലെയുള്ള സംഭവങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വോയിസൊക്കെ മിസ്സിന് അയക്കും, മിസ് അത് കേൾക്കും, പിന്നെ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പോൾ മിസ്സിന് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്ന അവസരമാണ്. ഐ ഫോർഗോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. മിസ് ഒരു ഭയങ്കര വലിയ കാര്യം മറന്നുപോയി. എന്താണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? ആരാ പറയാൻ പോകുന്നത്? മിസ് ഒരു വലിയൊരു കാര്യം ഇപ്പോൾ മറന്നു പോയിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ വെള്ളിയാഴ്ച ചെയ്തൊരു കാര്യമാണ് മിസ് ഇപ്പോൾ മറന്നുപോയത്. എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ. മിസ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ? മിസ് ആരാ എന്താ പേരൊക്കെ പറഞ്ഞോ മിസ്? ഇല്ല. വന്ന പാടെ എന്ത് ചെയ്തു? ക്ലാസ് തുടങ്ങിയല്ലേ? അത് നിങ്ങളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ, നിങ്ങളെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ മിസ് ബാക്കി പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ അല്ലേ? നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ മുമ്പിലിരിക്കുന്നവർ അറിയണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മളെക്കുറിച്ച് പറയാം. നമ്മളെക്കുറിച്ച് നമുക്കല്ലാണ്ട് വേറെ ആർക്കാണ് നന്നായിട്ട് പറയാൻ പറ്റുക? വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ കൈക്കൊരു വേദന വന്നു, അപ്പോൾ നമ്മുടെ ഉമ്മീനേക്കാൾ നന്നായിട്ട് അത് കറക്റ്റ് എവിടെയാണെന്ന് പറയാൻ പറ്റുന്ന ആർക്കേ ഉള്ളൂ? നമുക്കേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു വേദനയാണ്, അത് എല്ലിൻ്റെ ഉള്ളിലാണോ അതോ ഈ തൊലിപ്പുറത്താണോ എന്നൊക്കെ നമുക്കേ അറിയുള്ളൂ. നമ്മൾ പിന്നെ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ളവർ അറിയുന്നത്. ആ സെയിം കേസ് തന്നെയാണ് മൈസെൽഫിലും. അപ്പോൾ നമുക്ക് അറിയാവുന്ന അത്രയും കാര്യം നമ്മളെക്കുറിച്ച് വേറെ ആർക്കും അറിയില്ല. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സെൽഫ് ഇൻട്രൊഡക്ഷൻ കുറച്ച് പേരുടെയൊക്കെ മിസ്സ് പേഴ്സണലി കേട്ടതാണ്. അപ്പം ഞാൻ ഭയങ്കര അമേസ്ഡ് ആയിപ്പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മിസ്സ് കേട്ട് എല്ലാവരും നന്നായിട്ടാണ് പറയുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലേ? 3ാം ക്ലാസ്സിലെ പിള്ളേർ, അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിൽ കേൾക്കാൻ വന്നിരുന്നപ്പോൾ മിസ്സിനെ ഞെട്ടിച്ചിട്ട് എല്ലാവരും എന്ത് നല്ല അടിപൊളിയായിട്ട് പറയുന്നല്ലേ? കുറേ പേര് പറഞ്ഞ് നിങ്ങളും കേട്ടതല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്? നോൺ സ്റ്റോപ്പായിട്ട് നിർത്താണ്ട് എന്തോരം കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അവരുടെ ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ടീച്ചർ, ദെയർ അംബിഷൻ, ദെയർ ഹോബീസ് ആൻഡ് എങ്ങനെ എല്ലാ കാര്യവും അവർ മൈ ഇൻട്രൊഡക്ഷൻ എന്നുള്ള സംഭവത്തിൽ പറഞ്ഞു. അപ്പം മിസ്സിന് മനസ്സിലായി 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അത്ര ചെറിയ ആൾക്കാരൊന്നും അല്ല, നല്ല മക്കളാണ്, അതേപോലെ നല്ല ബുദ്ധിയും കഴിവുമുള്ള മക്കളാണെന്ന് മിസ്സിന് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങളെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഓടി വന്നപ്പോഴാണ് മിസ്സ് എന്ത് പറ്റിപ്പോയത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ മറന്നുപോയത്. ഓക്കെ, സോ മൈ നെയിം ഇസ്
ജുബിന. And I am from Alapi. Okay, my kids. Today, at what time did you wake up? നിങ്ങളൊക്കെ എത്ര മണിക്കാണ് സാധാരണ എണീക്കാറ്? എത്ര മണിക്ക് എണീക്കും? എല്ലാവരും പല പല സമയത്താണ് എണീക്കുന്നത് അല്ലേ? എന്തായാലും നിങ്ങൾ 10 മണിക്ക് മുന്നേ എണീക്കില്ലേ? ഉറപ്പായിട്ട് എണീറ്റേ പറ്റത്തുള്ളൂ. കാരണം എന്തുകൊണ്ട്? 10 മണിക്ക് എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും 10 മണിക്ക് മുന്നേ എല്ലാവരും എണീക്കുന്നുണ്ടാവും. പക്ഷേ 10 മണി വരെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. കുഞ്ഞിക്കുട്ടികളെ പോലാണോ? അല്ല. നമ്മളൊക്കെ വലിയ ആൾക്കാരാണ് അല്ലേ? നമ്മൾ പഠിക്കാൻ ഒത്തിരി ഉള്ളതാണ്. ബാക്കിയുള്ളവർക്ക്, നമ്മൾ അനിയന്മാർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വരെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ 10 മണി വരെ ഒന്നും കിടന്ന് ഉറങ്ങാൻ പാടില്ല. 10 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. എൻ്റെ മക്കളാരും അങ്ങനെ ഒത്തിരി നേരം കിടന്നുറങ്ങി അങ്ങനത്തെ കുട്ടികളൊന്നും അല്ലെന്ന് മിസ്സിനറിയാം. അപ്പോൾ മിസ്സ് ചോദിച്ചത് ഇതാണ്, അറ്റ് വാട്ട് ടൈം ഡിഡ് യു വേക്ക് അപ്പ്? ഇന്ന് രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ് എണീറ്റത്? കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്, കുറച്ച് പേര് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഒരു ആക്ടിവിറ്റി തരാം. ആക്ടിവിറ്റി ഇതാണ്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം അറ്റ് വാട്ട് ടൈം വിൽ യു വേക്ക് അപ്പ്? അറ്റ് വാട്ട് ടൈം വിൽ യു വേക്ക് അപ്പ്? നിങ്ങൾ നോർമലി എത്ര മണിക്ക് എഴുന്നേൽക്കും? സമയം എഴുതുക. അതിനുശേഷം ദ തിങ്സ് യു സീ വെൻ യു വേക്ക് അപ്പ്. നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് ജസ്റ്റ് മുറ്റത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്ന കുറച്ച് സാധനങ്ങൾ, ഒരു മിനിമം ഓഫ് 5 തിങ്സ്, 5 സാധനങ്ങളെങ്കിലും ഉണ്ടാവണം. സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരാകാം, വസ്തുക്കളാകാം, എന്ത് വേണമെങ്കിലും ആകാം. 5 സാധനങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ എഴുന്നേൽക്കുക? അറ്റ് വാട്ട് ടൈം വിൽ യു വേക്ക് അപ്പ്? അത് എഴുതുക, സമയം എഴുതുക. അതിനുശേഷം ദ തിങ്സ് യു സീ വെൻ യു വേക്ക് അപ്പ്. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ജസ്റ്റ് മുറ്റത്തോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ കാണുന്ന 5 വസ്തുക്കളുടെ പേര്, അല്ലെങ്കിൽ 5 ആളുകളുടെ പേര് മാത്രം ഇങ്ങനെ എഴുതരുത്. ഇപ്പോൾ രമേശ്, സുമേഷ് അങ്ങനെയല്ല. ഇപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ ഒരാൾ, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഡെയിലി പാൽ കൊണ്ടുവരുന്ന ആളെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ കാക്കയായിരിക്കും, ഇല്ല അങ്ങനെയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 തിങ്സ്. അതാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മിസ്സിനെ കാണാൻ പറ്റിയതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് വിചാരിക്കുന്നു. മിസ്സിന് എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു. ടാറ്റാ.